അമിതമായി വർത്തമാനം പറയുന്ന ഒരാളാണോ നിങ്ങൾ? ആണോ? നിങ്ങൾ അമിതമായി വർത്തമാനം പറയുന്ന ഒരാളാണോ? അമിതമായി വർത്തമാനം പറഞ്ഞാൽ ബന്ധങ്ങൾ ഉലയാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. അത് ആരോടായാലും ശരി, നിങ്ങളുടെ എത്ര അടുത്ത ഫ്രണ്ടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ എത്ര അടുത്ത റിലേറ്റീവ് ആയാലും അമിതമായിട്ടങ്ങ് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ബന്ധങ്ങൾ ഉലയാനുള്ളൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉലയാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്താണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾ അദ്ദേഹത്തെ പിടിച്ചിരുത്തി മണിക്കൂറുകളോളം അങ്ങ് വർത്തമാനം പറയുക, അയാൾക്ക് എന്ത് ചെയ്യും? അതൊരു ഡിസ്റ്റർബൻസായി മാറിയേക്കാം. അതുകൊണ്ട് അത് പാടില്ല. അത്യാവശ്യം എല്ലാവരോടും അത്യാവശ്യം സംസാരിക്കുന്നില്ല, തെറ്റില്ല. നിങ്ങളൊരു പരിചിതനെ കാണുകയാണെങ്കിൽ ആദ്യം പുഞ്ചിരിക്കുക, പിന്നീട് അത്യാവശ്യം സംസാരിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ കാണുന്ന പരിചിതൻ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോവുകയാണ് എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് അന്നേരം പുഞ്ചിരിക്കുവാനോ അല്ലെങ്കിൽ അന്നേരം കയറി വർത്തമാനം പറയാനോ ശ്രമിക്കരുത്. അങ്ങനെ നിങ്ങൾ ശ്രമിച്ചാൽ ഒന്നുകിൽ ആ ബന്ധങ്ങളുടെ ഒന്നുകിൽ ഉടച്ച് വഴക്കുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ഉണ്ടാവും? നിങ്ങൾ അപമാനിതനാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ ഈ പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടില്ലയോ? നോക്കാത്ത രാജാവിനെ വന്ദിക്കുവാൻ പാടില്ല, നോക്കാത്ത രാജാവിനെ തൊഴുവാൻ പാടില്ല കേട്ടോ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നിങ്ങളെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ ഒരാൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളോട് അന്നേരം സംസാരിക്കാൻ ഒരു താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ അന്നേരം എന്ത് ചെയ്യാൻ പാടില്ല? അന്നേരം അദ്ദേഹം എത്ര തന്നെ പരിചിതനാണെങ്കിൽ കൂടി അന്നേരം കയറി വർത്തമാനം പറയാൻ, അങ്ങോട്ട് കയറി വർത്തമാനം പറയാൻ പാടില്ല. അത് ചിലപ്പോൾ എന്ത് ചെയ്യും? ബന്ധങ്ങൾ ഉലയാനുള്ള സാധ്യത കൂട്ടിയേക്കാം കേട്ടോ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ആരോടും അമിതമായിട്ട് വർത്തമാനം പറയാൻ പാടില്ല. എന്നാൽ എല്ലാവരോടും അങ്ങനെ അമിതമായിട്ട് വർത്തമാനം പറഞ്ഞു എന്ത് ചെയ്യും? ആ ബന്ധങ്ങൾ പെട്ടെന്ന് തകർന്നു പോകും കേട്ടോ. അതങ്ങനെ എത്ര തന്നെ നമ്മുടെ റിലേറ്റീവ് ആണെങ്കിലും അമിതമായിട്ട് വർത്തമാനം പറയാൻ പാടില്ല കേട്ടോ. അത് അച്ഛനോടായാലും അമ്മയോടായാലും ആരോടല്ല അമിതമായിട്ടൊന്ന് വർത്തമാനം പറഞ്ഞു ചെയ്യുമ്പോൾ ഒരു ഇപ്പം ഞാനും എൻ്റെ അമ്മയോട് തന്നെ ആണെങ്കിൽ തന്നെ അരമണിക്കൂർ ഞങ്ങൾ അടുത്ത് സംസാരിച്ച് ചെയ്യും. ചിലപ്പോൾ നീ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. വേറെ ഒന്നുമല്ല, ഒന്നിൻ്റെ ഓരോന്ന് പറയുമ്പോഴേ ഓരോരുത്തർ അഭിപ്രായങ്ങൾ ഓരോരുത്തരുടെയും വ്യത്യാസമാണല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ആരോടും അമിതമായിട്ട് സംസാരിക്കാൻ പാടില്ല. എന്നാൽ എല്ലാവരോടും വർത്തമാനം പറയണം. എല്ലാവരോടും സുഹൃത്ത് ബന്ധം വെക്കുന്നതിലും തെറ്റില്ല കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? അമിതമായിട്ട് ആരോടും വർത്തമാനം പറയാൻ പാടില്ല. ബന്ധങ്ങൾ ഉയരാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കുറ്റം മറ്റൊരാളോട് പറയാൻ പാടില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞാലും കേട്ടോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ബന്ധങ്ങൾ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറയുകയാണെന്നിരിക്കട്ടെ, ചിലപ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ടാകും? അത് ഡിസ്റ്റർബൻസ് ആയേക്കാം. ചിലപ്പോൾ നിങ്ങൾ കുറ്റം പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായേക്കാം. അപ്പം എന്ത് ചെയ്യും? അദ്ദേഹത്തിന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം, ചിലപ്പോൾ നിങ്ങളോട് വഴക്കുണ്ടാകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരാളുടെ കുറ്റം ഒരിക്കലും മറ്റൊരാളോട് പറയാതിരിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങൾ തകരും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. അത് നമ്മളെപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് പറയരുത് കേട്ടോ. ഒരാളോട് ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. പിന്നീട് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തുണ്ടാവും? കേൾക്കുന്ന അദ്ദേഹത്തിന് ആവർത്തന വിരസതയുണ്ടാകും. അത് നിങ്ങളുടെ ഒരു മൂല്യ തകർച്ചയ്ക്ക് കാരണമാവും കേട്ടോ. നിങ്ങൾക്കൊരു വില ഇടിവുണ്ടാവും കേട്ടോ. അത് നമ്മൾ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ആരോടും വർത്തമാനം പറയാൻ പാടില്ല. അങ്ങനെ കേട്ടോ. എന്നാൽ അത്യാവശ്യം വർത്തമാനം പറയുകയും വേണം കേട്ടോ. അത് വേറെ കാര്യം കേട്ടോ. അത്യാവശ്യം ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യുക? ബന്ധങ്ങളൊക്കെ നിലനിന്ന് പോകണമെങ്കിൽ അമിതമായിട്ട് വർത്തമാനം പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ ബന്ധങ്ങളൊക്കെ പെട്ടെന്ന് തകർന്നു പോകും. നമ്മൾ കണ്ടില്ലയോ? ചിലരൊക്കെ 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടമാനം വർത്തമാനം പറയും. മൂന്നിൻ്റെന്നോ ഭയങ്കര അടിവെച്ച് പിരിയും. കണ്ടിട്ടില്ലേ? അതുകൊണ്ട് അങ്ങനെ ആവാൻ പാടില്ല. സുഹൃത്ത് ബന്ധങ്ങളായാലും റിലേറ്റീവ്സിൻ്റെ ഇടയിലുള്ള ബന്ധമായാലും ഇതൊക്കെ നിലനിന്ന് പോകണമെങ്കിൽ ഇതിനൊക്കെ നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ബന്ധങ്ങളൊക്കെ അതുപോലെ നിന്ന് പോവുകയുള്ളൂ കേട്ടോ. ബന്ധങ്ങളൊക്കെ നിലനിന്ന് പോവുകയുള്ളൂ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ.
നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളൊരു പരിചിതനെ കാണുന്നു, നിങ്ങളുടെ പരിചിതനാണ്, അദ്ദേഹം നിങ്ങളെ മൈൻഡ് ചെയ്യാതെ നടന്നു പോവുകയാണ്. നിങ്ങൾ അദ്ദേഹത്തെ വെറുക്കാനോ അല്ലെങ്കിൽ ശപിക്കാനോ ഒന്നും നിൽക്കരുത് കേട്ടോ. കാരണം അദ്ദേഹത്തിന് അന്നത്തെ മാനസികാവസ്ഥ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ചിലപ്പോൾ അദ്ദേഹം തൊഴിലിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെൻഷൻസുമായിട്ട് പോവുകയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുമായിട്ട് പോകുമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളവരോട് നിങ്ങൾ നമ്മളെ പെട്ടെന്ന് കണ്ടു മിണ്ടിയില്ല അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞു നമ്മൾ അങ്ങനെയുള്ളവരോട് കയറി വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ മനസ്സിൽ വെറുപ്പ് വെച്ച് പുലർത്താനോ പാടില്ല കേട്ടോ. അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ? ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ കോമണായ സ്നേഹം നമുക്ക് എല്ലാവരോടും ഉണ്ടാവണം. കോമണായ മനുഷ്യനാണെന്നൊരു സ്നേഹം നമുക്ക് എല്ലാവരോടും ഉണ്ടാവണം. അത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരാൾക്ക് ദ്രോഹപരമായ യാതൊരു പ്രവർത്തനങ്ങളും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുവാനും പാടില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അമിതമായിട്ട് ആരോടും വർത്തമാനം പറയാൻ പാടില്ല. അത് നമ്മളെ അങ്ങനെ അമിതമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. അമിതമായിട്ട് നമ്മൾ ആരോടെ വർത്തമാനം പറഞ്ഞാലും എന്ത് ചെയ്യും? ആ ബന്ധങ്ങൾ അധികകാലം നിലനിൽക്കില്ല. ബന്ധങ്ങൾ വഴക്കിട്ട് പോകും.